ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിൽ നൽകിയ ഒരു വേദഭാഗം നിങ്ങളുമായി ചില മിനിറ്റുകൾ ഷെയർ ചെയ്യുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. അതിനാധാരമായി യോബിന്റെ പുസ്തകം 14-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം. അവിടെ ഇപ്രകാരം വായിക്കുന്നു: ഒരു വൃക്ഷമായിരുന്നാൽ പ്രത്യാശയുണ്ട്, അതിനെ വെട്ടിയാൽ പിന്നെയും പൊട്ടിക്കിളിർക്കും, അത് ഇളം കൊമ്പുകൾ വിടാതിരിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. ദേശത്തിന്റെ തലക്കെട്ട് ടൈറ്റിൽ എന്ന് പറയുന്നത് ബി ഹോപ്പ്ഫുൾ, പ്രത്യാശയോടെ ഇരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഒരു രക്ഷിക്കപ്പെട്ട ദൈവ പൈതലിന്റെ അവന്റെ അടിസ്ഥാന ശില എന്ന് പറയുന്നത് പ്രത്യാശയാണ്. പ്രൈസ് ദി ലോർഡ്. കാരണം വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് ഒന്നും കണ്ടിട്ടല്ല. നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷമായി ഒന്നുമില്ല, പക്ഷെ നമ്മൾ പ്രത്യാശയോടെ ദൈവസന്നിധിയിൽ ആത്മീയ ജീവിതം നയിക്കുന്നവരാണ്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഈ ജോബ്, ഭക്തനായ ജോബ് എഴുതിയിരിക്കുന്നത് ഒരു വൃക്ഷമായിരുന്നാൽ പ്രത്യാശയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഈ അടുത്ത വാക്യം വായിക്കുമ്പോൾ ഇത് മനുഷ്യനെ കുറിച്ചാണ് നമുക്ക് കാണുവാൻ സാധിക്കും. വൃക്ഷത്തിന് എന്തുണ്ട്? പ്രത്യാശയുണ്ട്. കാരണം നമ്മുടെയൊക്കെ വീടുകളിൽ ചെടികളുള്ളവരാണ്. നമുക്കറിയാം, ചെടികളൊക്കെ വെട്ടി നിർത്തും. ഇത് കാട് പിടിച്ച് പടർന്നു കളഞ്ഞാൽ വളരെ അഭംഗിയാണ്. അതിന് ആ വീട്ടുടയവൻ, തോട്ടക്കാരൻ അതിനെ വളർച്ചയ്ക്കനുസരിച്ച് വെട്ടി നിർത്തി നല്ല ഭംഗിയുള്ള സ്തോത്രം ചെടികളാക്കി അതിനെ വെട്ടി നിർത്ത ട്രിം ചെയ്ത് നിർത്തുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്ന സ്തോത്രം. ഹല്ലേലൂയ. ദൈവം ഇപ്രകാരമാണ് നമ്മളെ ചെത്തി വെടിപ്പാക്കി നമ്മളെ ദൈനംദിന ജീവിതത്തിൽ നടത്തുന്നത്. സ്തോത്രം. ദൈവം നമ്മളെ ചെത്തി വെടിപ്പാക്കുമ്പോൾ, നമ്മളെ മുറിച്ച് നല്ല പാകപ്പെടുത്തി എടുക്കുമ്പോൾ, സ്തോത്രം, നമ്മൾ ചിന്തിക്കേണ്ട, നമ്മൾ നിരാശപ്പെടേണ്ട കാര്യമില്ല. കാരണം നമ്മുടെ പ്രത്യാശ നഷ്ടപ്പെട്ടു പോകേണ്ട കാര്യമില്ല. അത് തിന്മയ്ക്കായിട്ടില്ല, മറിച്ച് പ്രൈസ് ദി ലോർഡ്, നമ്മളെ ദൈവം നല്ല ഫലമുള്ള വൃക്ഷങ്ങളായി ചെത്തി മിനുക്കിയെടുക്കുകയാണ്. പലപ്പോഴും പല സ്തോത്രം ഹല്ലേലൂയ ചെത്തലുകളും പല മുറിക്കലുകളും, പ്രൈസ് ദി ലോർഡ്, നമ്മുടെ ക്രിസ്തീയത്തിൽ നമുക്ക് വലിയ ഭാരങ്ങളും മുറിവുകളും നിരാശകളും വേദനാജനകമായി നമുക്ക് തോന്നുമെങ്കിലും, പ്രൈസ് ദി ലോർഡ്, അത് നമ്മൾ കൂടുതൽ ഫലം കായ്ക്കുന്നവരാണ്. ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് നമ്മളെ വീണ്ടും വീണ്ടും ചിന്തിപ്പിക്കുന്ന ഒരു കാര്യമാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ എന്ത് ചെയ്യുക? വളരെ ദിവസത്തിൽ പ്രത്യാശ ഉള്ളവരായിരിക്കുക. നമ്മുടെ കർത്താവാണ് നമ്മുടെ ആത്യന്തികമായ പ്രത്യാശ എന്ന് മറന്നുപോകരുത്. ഹോപ്പ് ഓഫ് ഗ്ലോറി, അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഒരിക്കലും നമ്മുടെ ആന്റിസിപ്പേഷൻ, പ്രത്യാശ നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. അപ്പോസ്തലനായ പൗലോസ് റോമിലേക്കുള്ള തന്റെ കപ്പൽ യാത്രയിൽ, പ്രൈസ് ദി ലോർഡ്, വളരെ വലിയ പ്രതിസന്ധികൾ, പ്രതികൂലങ്ങൾ ആ യാത്രയിൽ അവർക്ക് കടലിൽ നേരിടുവാനിടയായി തീർന്നു. എന്നാൽ അപ്പോസ്തലനായ പൗലോസ് ആ കപ്പലിലുള്ളവർ മധ്യേ എഴുന്നേറ്റ് നിന്ന് താൻ വലിയൊരു ഡിക്ലറേഷൻ അവിടെ പുറപ്പെടുവിക്കുവാനിടയായി തീർന്നു. സ്തോത്രം. താൻ ഇപ്രകാരമാണ് പറയുന്നത്: ഭയപ്പെടേണ്ട, നമ്മൾ ആരും നശിച്ചു പോകുകയില്ല. ഭയപ്പെടേണ്ട, നിങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയില്ല, നമ്മൾ തുറമുഖത്ത് എത്തിച്ചേരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പൗലോസിനെ അർദ്ധരാത്രിയിൽ ദൂതൻ വന്ന് പൗലോസിനെ ബലപ്പെടുത്തിയ ഭാഗമാണ് പൗലോസ് സാക്ഷ്യമായി ആ കപ്പലിലുള്ളവരോട് പറയുവാനിടയെ തീർന്നത്. പൗലോസ്, നീ ഭയപ്പെടേണ്ട, കാരണം നീ അഗ്രിപ്പ രാജാവിന്റെ മുമ്പിൽ നിൽക്കേണ്ടവനാകുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ പ്രഭാതത്തിൽ ദൈവിക പദ്ധതികൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, ഇനിയും നിവൃത്തീകരിക്കാത്ത ദൈവിക വാഗ്ദത്തങ്ങൾ നമ്മുടെ മുമ്പിലുണ്ടെങ്കിൽ നമ്മുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയില്ല. കാരണം പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, നമ്മുടെ മഹത്വത്തിന്റെ പ്രത്യാശ നമ്മുടെ കർത്താവാകുന്നു. ആകയാൽ പ്രിയമുള്ളവരെ, നമ്മളെ ദൈവം ചെത്തി മിനുക്കുന്നത്, ഒരു വൃക്ഷത്തെ ചെത്തി മിനുക്കുന്നത് പോലെ ദൈവം നമ്മളെ ചെത്തി മിനുക്കുന്നത്, പ്രൈസ് ദി ലോർഡ്, നല്ല ഫലം കായ്ക്കുവാൻ വേണ്ടിയാണ്. ആകയാൽ പ്രൈസ് ദി ലോർഡ്, നമ്മുടെ പ്രത്യാശയ്ക്ക് ഹല്ലേലൂയ ഭംഗം വരുത്തുവാനല്ല, മറിച്ച് പ്രൈസ് ദി ലോർഡ്, നമ്മൾ ഹല്ലേലൂയ അധികം ഫലം കായ്ക്കേണ്ടതിനു വേണ്ടിയാണ്. ഈ പ്രഭാതത്തിൽ എന്നെ ശ്രമിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഈ ദിവസങ്ങളിൽ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്, ഈ വർഷാവസാനം പ്രൈസ് ദി ലോർഡ് പുതുവർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്, പ്രൈസ് ദി ലോർഡ്, ചെത്തി മിനുക്കപ്പെട്ട, പ്രൈസ് ദി ലോർഡ്, അധികം ഫലം കായ്ക്കുന്ന ഒരു വൃക്ഷം. പ്രൈസ് ദി ലോർഡ്. ആ വൃക്ഷം എന്ത് ചെയ്യുക? പ്രൈസ് ദി ലോർഡ്, അത് പൂക്കുന്നു. ഹല്ലേലൂയ. അത് തളിർക്കുന്നു, അത് പൂക്കുന്നു, അത് കായ്ക്കുന്നു. എന്തിനു വേണ്ടിയാ? സ്തോത്രം. പുതിയ ഫലം പുറപ്പെടുവിക്കാൻ വേണ്ടി എന്ത് ചെയ്യും? അത്
കാത്തിരിക്കുക. അതാണ് ഒരു വൃക്ഷത്തിന്റെ പ്രത്യാശ എന്ന് പറയുന്നത്. ഒരു ദൈവ പൈതലിന്റെ പ്രത്യാശ എന്ന് പറയുന്നത് പ്രൈസ് ദി ലോർഡ്. അവന്റെ ക്രിസ്ത്യൻ ജീവിതത്തിൽ എന്താണ്? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവന്റെ കർത്താവ് വരും. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവ് എന്ത് ചെയ്യും? നമ്മളെ ചേർക്കുവാൻ വീണ്ടും വരും. പ്രൈസ് വാനമേഘങ്ങളിൽ നമ്മളെ ചേർക്കുവാൻ വരും. കാരണം ഈ ലോകത്തിലെ പ്രൈസ് ദി ലോർഡ് നമ്മുടെ ദുഃഖങ്ങളെ, നമ്മുടെ വേദനകൾ, നിരാശകളെല്ലാം ഹല്ലേലൂയ മാറും നമ്മുടെ കർത്താവ് വരുമ്പോൾ. ഹല്ലേലൂയ. നമ്മുടെ ആത്യന്തികമായ പ്രത്യാശ എന്ന് പറയുന്നത് നമ്മുടെ കർത്താവിന്റെ വരവാണ്. ഹല്ലേലൂയ. ആ കർത്താവിന്റെ വരവിന് വേണ്ടി ആ പ്രത്യാശയോടെ നമുക്ക് ക്രിസ്തീയ ജീവിതത്തിൽ പ്രത്യാശ നഷ്ടപ്പെടാതെ പ്രൈസ് ദി ലോർഡ് പുതിയ പ്രതീക്ഷകളും പുതിയ കൃപകളുമായി ദൈവസന്നിധിയിൽ വലിയ ഒരു ആന്റിസിപ്പേറ്റഡ് ഒരു ആന്റിസിപ്പേറ്റഡ് പീപ്പിളായി ഹല്ലേലൂയ നമുക്ക് ദിവസം എല്ലാവരും ധാരാളമായി നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.